നെയ്മർ എങ്ങനെ ബ്രസീൽ ടീമിലെത്തി? നമ്മുടെ സുൽത്താനായ നെയ്മർ ജൂനിയറിനെ ടീമിലെടുത്തതിന് പിന്നാലെ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ വലിയ ആവേശത്തിലാണ്. ഒരുപക്ഷെ ഒരു ടീമിന്റെ പ്ലെയർ അനൗൺസ്മെന്റിന് ഇത്രയും ആവേശവും സന്തോഷവും ലഭിക്കുന്നത് ഇതാദ്യമായിരിക്കും. ഇതിലേറ്റവും സന്തോഷം നൽകുന്ന കാര്യം എന്തെന്നാൽ നെയ്മർ ഫാൻസോ ബ്രസീൽ ഫാൻസോ മാത്രമല്ല സന്തോഷിക്കുന്നത്, എല്ലാ ഫുട്ബോൾ ആരാധകരും ഒരുപോലെ ഹാപ്പിയാണ്. കാരണം എതിരാളികൾ പോലും ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരിക്കൽ കൂടി പഴയ നെയ്മറെ കാണാൻ. പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ബ്രസീലിന്റെ ഇറ്റാലിയൻ കോച്ചായ കാർലോ ആൻസലോട്ടി നെയ്മറെ ടീമിൽ പരിഗണിക്കുന്നതിന് മുമ്പ് വീഡിയോ കോൾ ചെയ്യുകയും ചില കടുത്ത നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ആ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. നെയ്മർ തന്റെ സ്റ്റാർഡം മറന്ന് ടീമിനായി കളിക്കണം. പ്ലേയിങ് 11-ൽ സ്ഥിരം സ്ഥാനം ഗ്യാരണ്ടിയില്ല. ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായും ഇറങ്ങേണ്ടി വരാം. സോഷ്യൽ മീഡിയയിൽ അനാവശ്യ പോസ്റ്റുകൾ ഇടരുത്. ഫിറ്റ്നസും കായികക്ഷമതയും തെളിയിക്കണം. ക്യാപ്റ്റൻസി ലഭിക്കണമെന്നില്ല. ക്യാമ്പിൽ കർശനമായ ഡിസിപ്ലിനോടെ പെരുമാറണം. ഈ കണ്ടീഷനുകളെല്ലാം അംഗീകരിച്ചാൽ മാത്രമേ ടീമിലേക്ക് പരിഗണിക്കൂ എന്നാണ് ആൻസലോട്ടി പറഞ്ഞത്. ഇതിന് മറുപടിയായി നെയ്മർ പറഞ്ഞത്, എങ്ങനെയാണെങ്കിലും ഓക്കെയാണ്, ഞാൻ എന്റെ മാക്സിമം നൽകാൻ തയ്യാറാണ്. ടീമിനെ ജയിപ്പിക്കുക മാത്രമാണ് എന്റെ ലക്ഷ്യം. വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാകണം എന്നത് എന്റെ വലിയ ആഗ്രഹമാണ്. ബ്രസീലിന് വേണ്ടി ഹെക്സാ കപ്പ് ഉയർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുൽത്താന്റെ ഈ വാക്കുകൾ ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ മുഴുവൻ ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആൻസലോട്ടിയുടെ ഈ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സുൽത്താന് ബ്രസീലിന് വേണ്ടി 6ാമത്തെ ലോകകപ്പ് ഉയർത്താനാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും.